കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂട്ടി. ഈ കാലയളവിൽ അത്രയും തന്നിലെ നടനെ തേച്ചുമിനുക്കി ഒട്ടനവധി ഗംഭീര സിനിമകൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സിനിമ ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന മമ്മൂട്ടി സമീപകാലത്ത് ചെയ്തതെല്ലാം ഏറെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. മറ്റൊരു സൂപ്പർ താരവും ചെയ്യാത്ത, അല്ലെങ്കിൽ അവർ ചെയ്യാൻ മടിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു പലതും. അക്കൂട്ടത്തിലേക്കാണ് കളങ്കാവലിലെ സ്റ്റാൻലിയും എത്തിയത്. വിനായകൻ നായകനായി എത്തിയ ചിത്രത്തിൽ വില്ലനായിട്ടായിരുന്നു മമ്മൂട്ടിയുടെ എൻട്രി. ഡിസംബർ 5-നായിരുന്നു കളങ്കാവൽ തിയേറ്ററിലെത്തിയത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ഷോ മുതൽ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയതിനൊപ്പം ബോക്സ് ഓഫീസിലും മിന്നും പ്രകടനം കാഴ്ചവെച്ചു. റിലീസ് ചെയ്ത് 4 ദിവസത്തിൽ 50 കോടി രൂപ നേടിയ ചിത്രം ഇതിനകം 12 ദിവസങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതുവരെ കളങ്കാവൽ എത്ര രൂപ കളക്ഷൻ നേടിയെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ്. ട്രാക്കിംഗ് സൈറ്റായ സാഗ്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം 75 കോടി 60 ലക്ഷമാണ് കളങ്കാവൽ നേടിയിരിക്കുന്നത്. റിലീസ് ചെയ്ത് 11 ദിവസത്തെ കണക്കാണിത്. ഇന്ത്യാനെറ്റ് 32 കോടി 95 ലക്ഷവും ഗ്രോസ് 38 കോടി 85 ലക്ഷവുമാണ്. ഓവർസീസിൽ നിന്നും 36 കോടി 75 ലക്ഷവും കളങ്കാവൽ നേടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 32 കോടി 5 ലക്ഷമാണ് 11 ദിവസത്തിൽ ഈ ചിത്രം നേടിയത്. കർണാടക 2 കോടി 78 ലക്ഷം, ആന്ധ്ര തെലുങ്കാന 41 ലക്ഷം, തമിഴ്നാട് 2 കോടി 19 ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കളക്ഷൻ കണക്ക്. ഇതുവരെ 1 മില്യൺ ടിക്കറ്റുകളും ചിത്രത്തിൻ്റെതായി വിറ്റഴിഞ്ഞിട്ടുണ്ട്. ബുക്ക് മൈ ഷോയുടെ മാത്രം കണക്കാണിത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.